ഒരു കൂൺ അല്ലെങ്കിൽ മഷ്റൂം തിന്നതുകൊണ്ട് മാത്രം മനുഷ്യൻ ബുദ്ധിമാനായി എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചിരിക്കും. ഒരുപക്ഷെ അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ വെറും ഒരു ഭ്രാന്തൻ ചിന്തയായിട്ടോ പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കളയും. എന്നാൽ ടെറസ് മക്കെന്ന എന്നൊരാൾ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തെ കളിയാക്കി. പക്ഷേ സത്യത്തിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒരു തരത്തിൽ ചിന്തിച്ചാൽ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ ഒരുപക്ഷെ തെറ്റായിരുന്നിരിക്കാം. അദ്ദേഹം നിരത്തിയ കാരണങ്ങൾ ശാസ്ത്രീയമായി പൂർണ്ണമല്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം ഉയർത്തിയ ആ ചോദ്യം ഇന്നും ശാസ്ത്രലോകത്തിന് മുന്നിൽ ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആ ചോദ്യത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് കടന്നു ചെല്ലുന്നത്. വെറും ഒരു കെട്ടുകഥയോ മിത്തോളജിയോ എന്നതിനപ്പുറം ഇതിൽ എത്രത്തോളം ശാസ്ത്രമുണ്ട് എന്ന് നമുക്ക് നോക്കണം. ഒരു ഫംഗസും മനുഷ്യൻ്റെ തലച്ചോറും തമ്മിൽ ശരിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിനെക്കുറിച്ച് ആധുനിക ശാസ്ത്രം ഇന്ന് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലാണ്. പക്ഷേ നമ്മൾ അറിയാത്തൊരു വലിയ സത്യമുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും ആക്റ്റീവായ ഭാഗം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ആണ് നമ്മുടെ തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗം ഏറ്റവും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ഇതിനെ സയൻസ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് അഥവാ DMN എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ DMN ശരിക്കും ചെയ്യുന്നതെന്നറിയാമോ? ഞാൻ ആരാണ് എന്ന ഒരു ബോധം അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് ഇമേജ് നമ്മുടെ തലച്ചോറിൽ നിരന്തരം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതും ഭാവിയിലേക്കുള്ള പ്ലാനുകൾ ഇടുന്നതും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ഭയപ്പെടുന്നതുമെല്ലാം ഈ DMNൻ്റെ പണിയാണ്. ലോകത്തിൽ നിന്ന് വരുന്ന എല്ലാ ഇൻഫോർമേഷനെയും സ്ക്രീൻ ചെയ്യുന്ന ഒരു ഫിൽറ്റർ ആയിട്ടാണ് ഈ ഒരു രീതി പ്രവർത്തിക്കുക. പുറത്തുള്ള കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് പ്രധാനമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. മനുഷ്യൻ്റെ എവല്യൂഷണറി സൈക്കിളിൽ ഏറ്റവും കൂടുതൽ വികസിച്ച് വന്നതും ഏറ്റവും കോംപ്ലക്സ് ആയതുമായിട്ടുള്ള ഭാഗം ഇവിടെയാണ്. 2000 ആണ്ടിലാണ് ശാസ്ത്രജ്ഞർ ഈ ഒരു നെറ്റ്വർക്കിനെ കുറിച്ച് കാര്യമായി ശ്രദ്ധിക്കുന്നത്. സാധാരണയായിട്ട് ഒരു പണി ചെയ്യുമ്പോഴാണ് തലച്ചോറ് ആക്റ്റീവ് ആകേണ്ടത്. ഉറങ്ങുമ്പോൾ അത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കണം കുറേയൊക്കെ. പക്ഷേ അങ്ങനെ കരുതിയിരുന്നവരുടെ മുന്നിലേക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ വെളിച്ചം വയ്ക്കുന്നത് കണ്ട് ഗവേഷകർ അത്ഭുതപ്പെട്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെറാട്ടോണിനെ കുറിച്ചാണ്. ഓക്കെ, ഈ സെലോസിബിൻ എന്ന് പറയുന്ന ഒരു കൂണുണ്ട്. ആ കൂണാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. അതിനുള്ളിലെ ഘടകത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സെറാട്ടോണിൻ എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ അങ്ങോട്ട് പോകാൻ പറ്റൂ. കാരണം ഇവ രണ്ടും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. സെറോട്ടോണിൻ എന്നത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ദൂതനാണ് അഥവാ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇതിന് നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള റോൾസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ സെറാട്ടോണിൻ്റെ അളവ് കൂടുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടും. നിങ്ങളിതിനെ ഡോപ്പമിനായിട്ട് കമ്പയർ ചെയ്യരുത്. ഡോപ്പമിൻ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സെറാട്ടോണിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഡിപ്രഷനും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡിപ്രഷൻ വരുന്നവർ പലപ്പോഴും കഴിക്കുന്ന ആൻറ്റി ഡിപ്രസൻ്റ് ഗുളികകൾ ചെയ്യുന്നത് ഈ സെറോട്ടോണിനെ തലച്ചോറിൽ കൂടുതൽ സമയം നിലനിർത്താൻ സഹായിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നതും സെറാട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കലാണ്. സെറോട്ടോണിൻ മെലാട്ടോണിൻ എന്ന ഹോർമോണായി മാറുകയും അത് നമുക്ക് ഉറക്കം നൽകുകയും ചെയ്യുന്നു എന്ന പ്രോസസ്സാണ് സ്ലീപ്പിങ്ങിൽ നടക്കുക. നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും സെറോട്ടോണിന് പങ്കുണ്ട്. നമ്മുടെ വയറ്റിലും സെറോട്ടോണിൻ കാണപ്പെടുന്നുണ്ട്. വയറ് നിറഞ്ഞു എന്ന് പറയുന്ന സിഗ്നൽ തലച്ചോറിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ്. ഇതിനെല്ലാത്തിനും പുറമെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും സെറാട്ടോണിൻ പങ്കുവഹിക്കുന്നു. ഒരാളോട് നമുക്ക് തോന്നുന്ന വിശ്വാസം, സൗഹൃദം, കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടുപ്പം, ഇതെല്ലാം സെറോട്ടോണിൻ്റെ കളിയാണ്. നമ്മുടെ ഭാഷ, ചിന്താശേഷി, സെൽഫ് അവെയർനെസ് എന്നിവയെല്ലാം നടക്കുന്നത് സെറാട്ടോണിൻ സിഗ്നലുകളുള്ള തലച്ചോറിൻ്റെ ഭാഗങ്ങളിലാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചറിലേക്കാണ് പോകേണ്ടത്. സെറോട്ടോണിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ എന്നാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനെ ഒരു പ്രത്യേക ആകൃതിയിലുള്ള താക്കോലായിട്ട് കണക്കാക്കുക. ഈ താക്കോൽ കൃത്യമായി ചേരുന്ന ലോക്കുകൾ നമ്മുടെ തലച്ചോറിൽ കാണപ്പെടുന്നുണ്ട്. ഈ ലോക്കുകളെയാണ് നമ്മൾ സെറാട്ടോണിൻ റിസപ്റ്ററുകൾ എന്ന് പ്രധാനമായിട്ടും വിളിക്കുന്നത്. ഒരു ലോക്ക് തുറക്കുമ്പോൾ ആ കോശത്തിന് ഒരു പ്രത്യേക പ്രവർത്തനം നടത്താൻ പറ്റുന്നു.
നമ്മുടെ തലച്ചോറിൽ പലതരം സെറാട്ടോണിൻ റിസപ്റ്ററുകളുണ്ട്. ഇതിൽ 5-HT2A എന്ന് പറയുന്ന റിസപ്റ്ററാണ് നമ്മുടെ കഥയിലെ താരം. സൈലോസിബീൻ എന്ന മാജിക് മഷ്റൂമിൻ്റെ ഘടകം പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും ഈ സെയിം റിസപ്റ്ററിലാണ്. നമുക്കൊരു കാര്യം നോക്കാം. ഒരു കൂൺ നമ്മുടെ തലച്ചോറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന്. ആദ്യം നിങ്ങൾ ഈ കൂൺ കഴിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരും. അവിടെ വെച്ച് സൈലോസീൻ എന്ന് പറയുന്ന മറ്റൊരു രൂപത്തിലേക്ക് ചേഞ്ച് ആവും. ഇതൊരു സിമ്പിൾ കെമിക്കൽ കൺവേർഷനാണ്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന എല്ലാം അതേപോലെയല്ല ഉള്ളിലേക്ക് പോകുന്നത്. നമ്മൾ കഴിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ് ആവുകയും പിന്നെ പല ഘടകങ്ങളായിട്ട് വേർതിരിയാറുണ്ട്. അങ്ങനെ പല ഘടകങ്ങളും നമ്മുടെ വയറ്റിലെത്തുമ്പോൾ മറ്റ് ചില വെർഷൻസ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ കൺവേർഷൻ സംഭവിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൈലോസിബിനിലെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ നീക്കം ചെയ്യുന്ന ഒരു ഘടകമുണ്ട്. അതാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം. ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം സൈലോസിബിനിലെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ നീക്കം ചെയ്യും. അങ്ങനെ അത് സൈലോസിനായി മാറും. ഈ സൈലോസിൻ എന്ന് പറയുന്ന ഘടകത്തിന് ഒരു പ്രത്യേക എബിലിറ്റി ഉണ്ട്. സാധാരണ സെറോട്ടോണിന് നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് തലച്ചോറിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. എന്നാൽ സൈലോസിനിൽ അടങ്ങിയിരിക്കുന്ന 2 മെഥൈൽ ഗ്രൂപ്പുകൾ അതിനെ കൊഴുപ്പിൽ ലയിക്കുന്ന ഒന്നാക്കി മാറ്റും. അങ്ങനെ നമ്മുടെ തലച്ചോറിലേക്കുള്ളൊരു പാത ഒരു കൊഴുപ്പിൻ്റെ പാളിയായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിലൂടെ വളരെ എളുപ്പത്തിൽ തലച്ചോറിലേക്ക് ഡയറക്റ്റ്ലി ഇത് കടന്നു പോകും. അതായത് സെറോട്ടോണിൻ പോകുന്ന പാതയേക്കാൾ വേഗത്തിൽ ബ്രെയിനിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പാതയിലേക്ക് ഈ കെമിക്കലിന് പോകാൻ പറ്റും. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ സൈലോസിൻ നേരെ പോകുന്നത് 5-HT2A റിസപ്റ്ററിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെറാട്ടോണിനും സൈലോസിനും ഏകദേശം ഒരേ ആകൃതിയിലുള്ള താക്കോലാണ്. എന്നാൽ സൈലോസിൻ സെറാട്ടോണിനേക്കാൾ ശക്തമായിട്ട് ഈ ലോക്കിൽ പോയിരുന്ന് കമ്പൈൻ ചെയ്യും. അങ്ങനെ അവിടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. ഈ റിസപ്റ്ററുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലാണ്, അതായത് DMNൻ്റെ ആസ്ഥാനത്താണ്. ഈ സമയത്ത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ഒരു പ്രതിരോധ സംവിധാനം പുറത്തെടുക്കും. അമിതമായി സിഗ്നലുകൾ വരുമ്പോൾ കോശങ്ങൾ ആ റിസപ്റ്ററുകളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് റിസപ്റ്റർ ഇൻറ്റേർണലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണ്? നമ്മുടെ ആ ഒരു പഴയ ഞാൻ എന്ന ബോധം നൽകുന്ന ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് താൽക്കാലികമായി ഓഫാവും. ട്രാഫിക് പോലീസ് ഇല്ലാത്തൊരു നഗരം പോലെ നമ്മുടെ തലച്ചോറ് മാറും. സാധാരണയായി പരസ്പരം സംസാരിക്കാത്ത തലച്ചോറിലെ ഭാഗങ്ങൾ ഈ സമയത്ത് ഒത്തുചേരും. കാഴ്ചകൾ കാണുന്ന ഭാഗവും ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഭാഗവും കൈകോർക്കും. വികാരങ്ങളുടെ കേന്ദ്രവും ഭാഷാ ശൃംഖലകളും ഒന്നിക്കും. ഇതൊരു വലിയ മാറ്റമാണ്. ലണ്ടനിലെ ഇംപീരിയർ കോളേജിൽ റോബിൻ കാർഹാർട്ട് ഹാരിസ് എന്ന ശാസ്ത്രജ്ഞൻ ഇത് fMRI സ്കാനർ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കണ്ടുപിടുത്തം നടന്നത് 2021 യേൽ യൂണിവേഴ്സിറ്റിയിലാണ്. അലക്സ് ക്വാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ലാബിൽ എലികളിൽ ഒരു പരീക്ഷണം നടത്തി. ഒരു സിംഗിൾ ഡോസ് സൈലോസിബിൻ നൽകി 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എലികളുടെ തലച്ചോറിൽ വലിയ മാറ്റങ്ങൾ കണ്ടു. അവയുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലെ ഡെൻഡ്രിറ്റിക് സ്പൈൻ ഡെൻസിറ്റി 10% വർദ്ധിച്ചു. സിമ്പിളായി പറഞ്ഞാൽ ന്യൂറോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ ശാഖകളുടെ എണ്ണം കൂടി. കൂടുതൽ ശാഖകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ കണക്ഷനുകൾ എന്നാണ് അർത്ഥം. അത് വിവരങ്ങൾ കൈമാറുന്ന വേഗതയും രീതിയും മാറ്റും. അത്ഭുതകരമായിട്ടുള്ള കാര്യം, 34 ദിവസങ്ങൾക്ക് ശേഷവും ഈ പുതിയ കണക്ഷനുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. വെറും ഒരു മരുന്ന് കഴിച്ചുണ്ടായ താൽക്കാലിക മാറ്റമല്ല ഇത്. തലച്ചോറിൻ്റെ ഘടനയിൽ തന്നെ ഉണ്ടായ വലിയൊരു റിസൾട്ടാണ്. ഇനി നമുക്ക് മനുഷ്യനും കുരങ്ങന്മാരും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് വരാം. 2019 നടന്ന ഒരു പഠനത്തിൽ മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും ഗൊറില്ലകളുടെയും തലച്ചോറുകൾ തമ്മിൽ താരതമ്യം ചെയ്യുകയുണ്ടായി. അവിടെ കണ്ട ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ തലച്ചോറിലെ അസോസിയേഷൻ കോർട്ടക്സുകളിൽ ഈ പറയുന്ന 5-HT2A റിസപ്റ്ററുകളുടെ എണ്ണം മറ്റു ജീവികളെക്കാൾ വളരെയധികം കൂടുതലാണ് എന്നതാണ്. നമ്മുടെ ഭാഷാപരമായിട്ടുള്ള കഴിവുകൾക്കും ചിന്താശേഷിക്കും പിന്നിൽ ഈ ഒരു മാറ്റം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, സൈലോസിബിൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഇതേ റിസപ്റ്ററിലാണ്. ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണോ അതോ അതിന് പിന്നിൽ എന്തെങ്കിലും എവല്യൂഷണറി ആയിട്ടുള്ള റീസൺസ് ഉണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ടെറസ് മക്കന്നയുടെ തിയറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഫുഡ് ഓഫ് ദ ഗോഡ്സ് എന്ന പുസ്തകത്തിൽ പറഞ്ഞത് കാട്ടുപോത്തുകളുടെ ചാണകത്തിൽ വളരുന്ന കൂണുകൾ കഴിച്ചതുകൊണ്ടാണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വലിപ്പം ഇരട്ടിയായത് എന്നാണ്. എന്നാൽ അവിടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ ശാസ്ത്രീയപരമായിട്ടുള്ള തെറ്റുകളുണ്ട്. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വലിപ്പം കൂടാൻ ഏകദേശം 2 മില്യൺ, അതായത് 20 ലക്ഷം വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ല. അതുപോലെ തന്നെ ആഫ്രിക്കയുടെ പുൽമേടുകളിൽ മക്കെന്ന പറഞ്ഞ കൂണുകൾ ആ ഒരു സമയത്ത് വളർന്നിരുന്നില്ല എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പക്ഷേ മക്കെന്നെ ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കാൻ ശ്രമിച്ച മറ്റൊരു ചോദ്യമുണ്ട്. തലച്ചോറിൻ്റെ വലിപ്പമല്ല, മറിച്ച് തലച്ചോറിൻ്റെ പ്രവർത്തന രീതിയാണ് മാറേണ്ടത്.
ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കൊഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഗുഹാചിത്രങ്ങൾ, സംഗീതം, ഭാഷ, റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് എന്നിവയെല്ലാം അക്കാലത്താണ് ആദ്യമായിട്ട് മനുഷ്യൻ ഫോളോ ചെയ്യുന്നത്. പക്ഷേ അന്ന് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വലിപ്പത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഹാർഡ്വെയർ അത് തന്നെയായിരുന്നു, പക്ഷേ അതിലെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രവർത്തന രീതി മാറുകയാണ് ചെയ്തത്. മറ്റൊരു വലിയ രഹസ്യം കൂടി ഇതിലുണ്ട്. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ ഇന്നത്തെ രൂപത്തിൽ എത്തിയിരുന്നു. നമ്മുടെ അത്രയും തന്നെ വലിപ്പമുള്ള തലച്ചോറും നമുക്കുള്ള അതേ ശബ്ദനാഡികളും കൈയും ഒക്കെ അന്നത്തെ മനുഷ്യർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 2,30,000 വർഷത്തോളം അവർ ഒരേ തരത്തിലുള്ള കല്ലായുധങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത്. വലിയ വിപ്ലവങ്ങളൊന്നും അന്ന് നടന്നിട്ടുമില്ല. അത്രയും കാലം മനുഷ്യൻ വെറുതെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇല്ലാതെ ഇവിടെ ജീവിച്ചു പോയി എന്ന് പറയാം. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവർ ചിത്രങ്ങൾ വരയ്ക്കാനും ആഭരണങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങിയത് എങ്ങനെയാണ്? ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഇന്നും സയൻസിൻ്റെ കയ്യിലില്ല. റോബിൻ ഡൺബാർ എന്ന ഓക്സ്ഫോർഡ് പ്രൊഫസറുടെ സോഷ്യൽ ബ്രെയിൻ ഹൈപ്പോത്തിസിസ് ആണ് ഇവിടെ പ്രസക്തമാവുക. മനുഷ്യൻ ബുദ്ധിമാനായത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല എന്നും മറിച്ച് വലിയ കൂട്ടമായി ജീവിക്കാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ എല്ലാവരെയും ഒത്തുചേർക്കാനും ബന്ധങ്ങൾ മനസ്സിലാക്കാനും ബുദ്ധി ആവശ്യമുണ്ട്. 150 പേർ വരെയുള്ള ഗ്രൂപ്പുകളെ ഒരാൾക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് പരസ്പരം തമ്മിത്തല്ലിത്തീരും. അതുകൊണ്ട് തന്നെ ഭാഷയും ആചാരവും സംഗീതവും ഒക്കെ ഈ ഗ്രൂപ്പിനെ ഒന്നിച്ചു നിർത്താനായിട്ട് ഉപയോഗിച്ചു. ഇതിൽ എങ്ങനെ സൈലോസിബിൻ വരുന്നു? പഠനങ്ങൾ പറയുന്നത് സൈലോസിബിൻ കഴിക്കുമ്പോൾ ഞാൻ എന്ന ചിന്ത കുറയുകയും മറ്റുള്ളവരോട് വലിയ അടുപ്പം തോന്നുകയും ചെയ്യുമെന്നാണ്. ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നിച്ചിരുന്ന് ഇത്തരം കൂണുകൾ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി കഴിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ ഒരു ഐക്യമുണ്ടാകും. ഇത് വലിയ ഗ്രൂപ്പുകൾ രൂപപ്പെടാൻ സഹായിക്കാം. ഇപ്പോൾ ഇന്ത്യൻ കൾച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഋഗ്വേദത്തിൽ സോമം എന്ന് പറയുന്ന ഒരു പാനീയമുണ്ട്. അത് കുടിക്കുമ്പോൾ ദിവ്യമായ ദർശനങ്ങൾ ഉണ്ടാകുമെന്നും ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമെന്നും ഒക്കെയാണ് പറയുന്നത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിലെ സൈലോസിബിൻ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഗോർഡൻ വാസൻ പറയുന്നത് ഈ സോമം എന്ന് പറയുന്നത് ഒരുതരം കൂണായിരിക്കാമെന്നാണ്. ഇതിനെക്കുറിച്ച് ഇന്നും തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പഴയ പുസ്തകങ്ങളിൽ ഇത്തരം പദാർത്ഥങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആചാരമാണ് ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. ആയുർവേദത്തിലും ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ആധുനിക ശാസ്ത്രം ഇതിനെ വളരെ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. തീർത്തും ചികിത്സിച്ച് മാറ്റാൻ പോലും പറ്റാത്ത ഡിപ്രഷൻ പോലും സൈലോസിബിൻ്റെ ഒരു സിംഗിൾ ഡോസ് കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് ചില ക്ലിനിക്കൽ ട്രയലുകൾ കാണിക്കുന്നുണ്ട്. PTSD, ലഹരി ഉപയോഗം തുടങ്ങിയവയ്ക്കും ഇത് ഫലപ്രദമാണെന്ന് കണ്ടുവരുന്നു. തലച്ചോറിലെ കണക്ഷനുകൾ മാറ്റാൻ ഇതിന് കഴിവുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും ശാസ്ത്രലോകം ഇന്നും ഇതിനെക്കുറിച്ചൊരു വലിയ പരിണാമ പഠനം നടത്താൻ മടിക്കുന്നുണ്ട്. അതിന് കാരണം മക്കന്നയ്ക്കുണ്ടായിരുന്ന ആ ചീത്തപ്പേര് തന്നെയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തങ്ങളുടെ കരിയറിനെ ബാധിക്കുമോ എന്ന് സയൻറ്റിസ്റ്റുകൾ ഭയപ്പെടുന്നുണ്ട്. ഭൂഖണ്ഡങ്ങൾ തമ്മിൽ നീങ്ങുന്നുണ്ട് എന്ന് പണ്ട് വെഗ്നർ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. അത് അംഗീകരിക്കാൻ 50 വർഷം എടുത്തു. അൾസർ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. അതുപോലെ ശാസ്ത്രം പലപ്പോഴും പുതിയ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ മടി കാണിക്കാറുണ്ട്. മെക്കന്നെ പറഞ്ഞ ഉത്തരങ്ങൾ ഒരുപക്ഷെ തെറ്റായിരിക്കാം, പക്ഷെ അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ വലുതാണ്. മനുഷ്യൻ എങ്ങനെ ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള ജീവിയായി മാറി എന്ന ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ ചെറിയ മണ്ണുകളിലെ കൂണുകളാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമ്മൾ കൃത്യമായി നോക്കണം. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. ഞാൻ എൻ്റേതായ കുറേ പഠനങ്ങളും കുറേ അനുമാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മാജിക് മഷ്റൂമും മനുഷ്യൻ്റെ പരിണാമവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്തു എന്ന് മാത്രം. പരിണാമത്തെക്കുറിച്ച് സുദീർഘമായ മറ്റു പല എപ്പിസോഡുകൾ ചെയ്തപ്പോഴും എങ്ങനെയാണ് കൊഗ്നിറ്റീവ് റെവല്യൂഷൻ സംഭവിച്ചത് എന്ന ചോദ്യം എൻ്റെ മുന്നിൽ ഇപ്പോഴും ഒരു ഉത്തരമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണമായിട്ടാണ് ചില റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി ഞാൻ ഈ എപ്പിസോഡ് ചെയ്തത്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗിൽ jrstudioedu.com വായിക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ കോഴ്സുകളിലൂടെ നിങ്ങളുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ courses.jrstudioedu.com കൂടി സന്ദർശിക്കുമല്ലോ. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ